ഒറ്റനോട്ടത്തിൽ ആകാശത്ത് പറക്കുന്ന ഒരു പരുന്ത്. അമേരിക്കയുടെ അഭിമാനമായി മാറിയ, ഒരിക്കലും മറ്റൊരു രാജ്യത്തിനും കൈമാറില്ലെന്നുറപ്പിച്ച B-2 ബോംബർ. ഏറ്റവും ഒടുവിൽ ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഉപയോഗിച്ചതും ആകാശത്തിലെ ഈ അദൃശ്യ വിമാനം തന്നെ. B-2 സ്പിരിറ്റ് എന്നത് വെറുമൊരു ബോംബർ വിമാനം മാത്രമല്ല. അത് അദൃശ്യ സാങ്കേതിക വിദ്യയുടെയും ആണവശക്തിയുടെയും തന്ത്രപ്രധാനമായ ആഗോള ശേഷിയുടെയും എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കണമെന്ന ഒരു രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെയും പറക്കുന്ന പ്രതീകമാണ്. അമേരിക്ക എന്തുകൊണ്ടാണ് ഈ B-2 വിമാനം മറ്റാർക്കും വിൽക്കാൻ തയ്യാറാകാതിരുന്നത് എന്നതിന്റെ കഥ ആരംഭിക്കുന്നത് ഈ വിമാനം ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിനും വളരെ മുമ്പാണ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തവും സങ്കീർണവും മാരകവുമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ ഉയരത്തിൽ പറക്കുക എന്നത് ഇനി ഒന്നിനും പരിഹാരമല്ലായിരുന്നു. കൂടുതൽ വേഗത്തിൽ പറക്കുക എന്നതും ഒന്നിനും മതിയാകുമായിരുന്നില്ല. ശത്രു രാജ്യത്തിന്റെ അതീവ സുരക്ഷിതമായ അതിർത്തിക്കുള്ളിലേക്ക് തുളച്ചു കയറി ആക്രമണം നടത്തണമെങ്കിൽ ആ വിമാനം ആദ്യം തന്നെ ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതിരിക്കണമായിരുന്നു. ഇത് അമേരിക്കൻ എഞ്ചിനീയർമാരെ ഒരു പഴയ ആശയത്തിലേക്ക് പുതിയ സാങ്കേതിക വിദ്യയുമായി മടങ്ങാൻ പ്രേരിപ്പിച്ചു. പറക്കുന്ന ചിറക് എന്ന ആശയം പതിറ്റാണ്ടുകൾക്ക് മുൻപ് നോർത്രോപ്പ് കമ്പനി YB-49 പോലെയുള്ള വാൽ ഭാഗമില്ലാത്ത വിമാനങ്ങൾ പരീക്ഷിച്ചിരുന്നു. അതിന്റെ വലിയ രൂപം മികച്ച കാര്യക്ഷമതയും ദീർഘദൂര യാത്രയും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലെ സാങ്കേതികവിദ്യ ഈ ആശയത്തെ പ്രായോഗികമാക്കാൻ മാത്രം വളർന്നിട്ടുണ്ടായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോളുകൾ, വിപുലമായ മിശ്രിത വസ്തുക്കൾ, മെച്ചപ്പെട്ട ഘടകങ്ങൾ, റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ സഹായിക്കുന്ന രൂപകൽപ്പനകൾ എന്നിവ ലഭ്യമായതോടെ ആ പഴയ സ്വപ്നം കൂടുതൽ അപകടകാരിയായ ഒരു രൂപത്തിൽ വീണ്ടും അവതരിപ്പിച്ചു. അതിന്റെ ഫലമായിരുന്നു B-2 സ്പിരിറ്റ്. അതിനൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും വെട്ടിച്ച് കടന്നുപോകാനും ശത്രുക്കളുടെ സുരക്ഷിത താവളങ്ങളെ പരമ്പരാഗത ആയുധങ്ങളോ അണവായുധങ്ങളോ ഉപയോഗിച്ച് തകർക്കാനും ശേഷിയുള്ള ഒരു ദീർഘദൂര അദൃശ്യ ബോംബർ വിമാനമാണിത്. ഹാങ്ങറിന്റെ വാതിലുകൾ തുറന്ന് വിമാനം പതുക്കെ പുറത്തേക്ക് വരുമ്പോൾ സൈനിക വ്യോമയാന രംഗത്തെ മറ്റൊരു വിമാനത്തിൽ നിന്നും B-2 എത്രത്തോളം വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് ലംബമായ വാലുകളോ വ്യക്തമായി വേർതിരിച്ചറിയാൻ കഴിയുന്ന ഉടലോ ചിറകുകളോ ഇല്ല. റഡാർ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു അനാവശ്യ കോണുകൾ പോലും ഇതിൽ അവശേഷിപ്പിച്ചിട്ടില്ല. എല്ലാം പരസ്പരം ഒത്തുചേർന്ന് ഇരുണ്ടതും മനോഹരവുമായ ഒരു രൂപമായി ഇത് മാറിയിരിക്കുന്നു. ഇതിന്റെ വലിയ ചിറകുകൾ കാണികളെ വിസ്മയിപ്പിക്കുമെങ്കിലും ആ രൂപഘടന വെറുമൊരു ഭംഗിക്ക് വേണ്ടിയുള്ളതല്ല. ഇത് റഡാർ തരംഗങ്ങൾ പ്രതിഫലിക്കുന്നത് കുറയ്ക്കാനും വായുപ്രവാഹത്തെ കൃത്യമായി നിയന്ത്രിക്കാനും ഭൂഖണ്ഡങ്ങൾ താണ്ടി ഈ ബോംബർ വിമാനത്തിന് സുഗമമായി പറക്കാനും വേണ്ടിയുള്ളതാണ്. ഈ വിമാനത്തിന് ചുറ്റുമുള്ള സുരക്ഷയും അച്ചടക്കവും ഈ ദൗത്യത്തിന്റെ പ്രധാന ഭാഗമാണ്. കാവൽക്കാരും മെയിന്റനൻസ് ജീവനക്കാരും വ്യോമസേന അംഗങ്ങളും ഓരോ നിമിഷവും അതീവ പ്രാധാന്യത്തോടെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കാരണം B-2വിന്റെ കാര്യത്തിൽ ഓരോ ചെറിയ കാര്യങ്ങളും നിർണായകമാണ്. വിമാനം പറന്നുയരുന്നതിന് വളരെ മുമ്പ് തന്നെ ആയുധ വിദഗ്ധർ വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും ബോംബറിന്റെ ഉള്ളിൽ ആയുധങ്ങൾ നിറയ്ക്കുന്നു. ആയുധങ്ങൾ പൂർണ്ണമായും വിമാനത്തിന്റെ ഉള്ളിലാണ് ക്രമീകരിക്കുന്നത്. ഇത് വിമാനത്തിന്റെ അദൃശ്യ രൂപഘടനയെ ഒട്ടും ബാധിക്കാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഈയൊരു പ്രക്രിയയിലെ യാതൊന്നും തന്നെ അശ്രദ്ധമായി ചെയ്യാൻ കഴിയില്ല. തന്ത്രപ്രധാനമായ ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാനാണ് B-2 നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ പരിശീലന സമയങ്ങളിൽ പോലും അത്രമേൽ ഗൗരവത്തോടെയാണ് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പൈലറ്റുമാരുടെ തയ്യാറെടുപ്പുകളും വളരെ കഠിനമാണ്. കൂടുതൽ ജീവനക്കാരുള്ള പഴയ ബോംബർ വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി B-2 പറത്തുന്നത് വെറും 2 പേർ മാത്രമാണ്. ഒരു പൈലറ്റും ഒരു മിഷൻ കമാൻഡറും. ദീർഘദൂര യാത്രകളിൽ നാവിഗേഷൻ, വിമാനത്തിലെ വിവിധ സംവിധാനങ്ങൾ, ദൗത്യങ്ങൾ നടപ്പിലാക്കൽ, സഹിഷ്ണുത എന്നിവയെല്ലാം ഈ ചെറിയ ക്രൂവിന് തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇവരുടെ തയ്യാറെടുപ്പുകൾ നിലത്തുനിന്ന് തന്നെ ആരംഭിക്കുന്നു. മിഷൻ അവലോകനം, വിമാനത്തിന്റെ ബാഹ്യപരിശോധന, മെയിന്റനൻസ് വിഭാഗവുമായുള്ള ഏകോപനം, യാത്രാമാർഗം, ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സപ്പോർട്ട്, ആയുധങ്ങളുടെ പദ്ധതി, ഭീഷണികൾ നേരിടാനുള്ള മുൻകരുതലുകൾ എന്നിവയെല്ലാം തന്നെയും കൃത്യമായി പഠിക്കുന്നു. ജീവനക്കാർ വിമാനത്തിനുള്ളിലേക്ക് കയറുമ്പോഴേക്കും ദൗത്യത്തിന്റെ ഭൂരിഭാഗവും അവരുടെ മനസ്സിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആയുധങ്ങൾ നിറയ്ക്കുന്ന സമയത്തും വിമാനം പറക്കുന്നതിന് മുമ്പുള്ള പരിശോധനകൾക്കിടയിലും B-2വിന്റെ നിശബ്ദമായ സങ്കീർണത കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പാനലുകൾ പരിശോധിക്കപ്പെടുന്നു, ലാൻഡിംഗ് ഗിയർ ഭാഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നു. വിമാനത്തിന്റെ ഉപരിതലത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും വളരെ പ്രധാനമാണ്. കാരണം ഈ അദൃശ്യ സാങ്കേതിക വിദ്യ എന്നത് വിമാനത്തിന്റെ നിർമ്മിതിയിൽ മാത്രമല്ല ഉള്ളത്. അത് കൃത്യമായ പരിചരണത്തിലൂടെയും അതീവ ശ്രദ്ധയോടെയുള്ള കൈകാര്യം ചെയ്യലിലൂടെയും മാത്രമേ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയും റൺവേയിലേക്ക് പതുക്കെ നീങ്ങുകയും ചെയ്യുന്നു.
ഒടുവിൽ ഈ ബോംബർ വിമാനം വേഗത കൈവരിച്ച് ആകാശത്തേക്ക് ഉയരുമ്പോൾ അവിശ്വസനീയമാം വിധം സുഗമമായാണ് ഇത് സംഭവിക്കുന്നത്. ആകാശത്തേക്ക് ഉയർന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് B-2വിനെ ഒരിക്കലും ഒരു സാധാരണ കയറ്റുമതി വിമാനമായി കണക്കാക്കാത്തത് എന്ന് ബോധ്യപ്പെടും. ദീർഘദൂരമായ യാത്രാശേഷി, കൃത്യതയാർന്ന ആക്രമണ മികവ്, മികച്ച സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ എന്നിവയുടെ ഒരു അപൂർവ സംയോജനമാണിത്. അമേരിക്കയുടെ ഏറ്റവും അതീവ രഹസ്യമായ സൈനിക ദൗത്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബോംബിംഗ് പരീക്ഷണങ്ങളിലോ യഥാർത്ഥ യുദ്ധങ്ങളിലോ ശത്രുക്കളുടെ റഡാറിൽ പെടാതെ അവരുടെ അതിർത്തിക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്താനും ബോംബുകൾ വർഷിച്ച ശേഷം ശത്രുക്കൾക്ക് പ്രതികരിക്കാൻ പോലും സമയം നൽകാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനും ഈ വിമാനത്തിന് സാധിക്കുന്നു. ഇത് അസാധാരണമായ ഒരു സൈനിക നേട്ടമാണ്. വാഷിംഗ്ടൺ ഈ വലിയ നേട്ടം തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾക്ക് പോലും നൽകാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഇതിന്റെ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം പല വിമാനപ്രേമികളെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. B-2 ഒരു ഡോഗ് ഫൈറ്റർ അല്ലെങ്കിലും ഇത് ഒട്ടും വഴങ്ങാത്ത വിമാനവുമല്ല. ഇതിന്റെ ഫ്ലൈയിംഗ് വിംഗ് രൂപഘടന, മുറിച്ചുവെച്ച പോലെയുള്ള കൺട്രോൾ പതലങ്ങൾ, എലവോണുകൾ, ഫ്ലാപ്പുകൾ, ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടറുകൾ എന്നിവ വിമാനത്തിന്റെ സ്ഥിരതയും പ്രതികരണശേഷിയും നിലനിർത്താൻ നിരന്തരം ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. ഈ വിമാനത്തിന് പരമ്പരാഗതമായ വാൽഭാഗമില്ലാത്തതിനാൽ പൈലറ്റിന്റെ നിർദ്ദേശങ്ങളെ സുഗമമായ ചലനങ്ങളാക്കി മാറ്റാൻ കമ്പ്യൂട്ടറുകൾ അത്യന്താപേക്ഷിതമാണ്. ശാന്തമായ ഈ ബോംബറിന്റെ രൂപത്തിന് പിന്നിൽ ഒട്ടനവധി മറഞ്ഞിരിക്കുന്ന തിരുത്തലുകൾ നടക്കുന്നുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും അസാധാരണമായ ഈ യുദ്ധവിമാനത്തിനെ ശത്രുക്കളുടെ ആകാശത്തിലൂടെ കൃത്യമായ ദിശയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഈ വിമാനം സ്വന്തമായി സൂക്ഷിക്കുന്നതിനായി അമേരിക്ക ചെലവഴിക്കുന്ന വലിയ തുക എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഇതിന്റെ മെയിന്റനൻസ് നോക്കിയാൽ മനസ്സിലാകും. സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പരിചരണം സാധാരണ ബോംബർ വിമാനങ്ങളുടേതുപോലെയല്ല. സാങ്കേതിക വിദഗ്ധർ ഇതിന്റെ ബാഹ്യ ഉപരിതലങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. അതീവ സംവേദന ക്ഷമതയുള്ള ഇതിന്റെ ബാഹ്യ ഉപരിതലങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. അതുപോലെ തന്നെ മികച്ച രീതിയിൽ പുറത്തെ കോട്ടിങ്ങുകളുടെ അവസ്ഥ നിരീക്ഷിക്കുന്നു. എഞ്ചിനുകൾ സർവീസ് ചെയ്യുന്നു. ഏവിയോണിക്സ് പരിശോധിക്കുന്നു. കൂടാതെ എല്ലാ ആക്സസ് പാനലുകളും അരികുകളും കൃത്യമായ അവസ്ഥയിലാണുള്ളതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ പോറൽ പോലും വലിയ വ്യത്യാസങ്ങൾ വരുത്തിയേക്കാം. ഒരു ചെറിയ പരുക്കൻ ഉപരിതലമോ കൃത്യമായി ഘടിപ്പിക്കാത്ത പാനലോ അല്ലെങ്കിൽ പുറത്തെ പ്രത്യേക കോട്ടിങ്ങിലുണ്ടാകുന്ന കേടുപാടുകളോ വിമാനത്തിന്റെ അദൃശ്യശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കാം. ഈ കാരണങ്ങളാൽ B-2വിന് പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും മികച്ച പരിശീലനം ലഭിച്ച ജീവനക്കാരും കർശനമായ പ്രൊസീജിയറുകളും ആവശ്യമാണ്. കൂടാതെ ഇതിന്റെ സാങ്കേതിക വിദ്യയും അറിവുകളും സംരക്ഷിക്കുന്നതിനായി കർശനമായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ വിമാനം മറ്റൊരു രാജ്യത്തിന് വിൽക്കുക എന്നാൽ വെറുമൊരു ബോംബർ വിമാനം വിൽക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. പകരം ഇതിന്റെ പരിചരണ രീതികൾ, സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുടെ രഹസ്യങ്ങൾ, ദൗത്യങ്ങൾ നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന അതീവ സുരക്ഷിതമായ ഒരു വലിയ സാങ്കേതിക കൂട്ടായ്മയെ അഥവാ ഗ്വാഡഡ് എക്കോസിസ്റ്റത്തെ കൈമാറുക എന്നാണ് അർത്ഥം. ഇതിന് വാഷിംഗ്ടൺ ഒരിക്കലും തയ്യാറായിരുന്നില്ല. കൂടാതെ ഈ സംവിധാനങ്ങൾ യുദ്ധമുഖങ്ങളിലും സ്വന്തം നാട്ടിൽ നിന്നും അകലെയും കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിരിക്കണം. ഈ ബോംബറിന്റെ ആകർഷണം അതിന്റെ രൂപത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിലും ഇതിന്റെ യഥാർത്ഥ ശക്തി എന്നത് കൃത്യമായ അറ്റകുറ്റപ്പണികളും സുരക്ഷിതമായ സപ്പോർട്ട് സംവിധാനങ്ങളുമാണ്. എന്തുകൊണ്ട് അമേരിക്ക ഈ ഒരു വിമാനം മറ്റ് രാഷ്ട്രങ്ങൾക്ക് വിറ്റില്ല എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. വിമാനത്തിന്റെ വിലയെക്കുറിച്ചുള്ള വിവരങ്ങളെക്കാൾ നന്നായി കയറ്റുമതി നിരസിച്ചതിന്റെ കാരണം വ്യക്തമാക്കാൻ ഇതിന് സാധിക്കും. ഒരു രാജ്യം തങ്ങളുടെ സൈനിക ഉപകരണങ്ങൾ വിദേശത്തേക്ക് വിൽക്കുന്നത് തങ്ങളുടെ സാങ്കേതിക വിദ്യ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിൽ കുഴപ്പമില്ലെന്ന് കരുതുമ്പോഴോ, സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിൽ വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോഴോ, അല്ലെങ്കിൽ വിപണിയിലെ വലിയ ലാഭം ലക്ഷ്യമിടുമ്പോഴോ ആണ്. B-2 ഇതിലൊന്നിലും ഉൾപ്പെടുന്നില്ല. ഒരു വിമാനത്തിന് ഏകദേശം $2 ബില്യൺ ചിലവ് വരുന്ന അതീവ സംവേദനക്ഷമതയുള്ള ഒന്നാണിത്. കൂടാതെ അമേരിക്ക ഏറ്റവും ഉയർന്ന തലത്തിൽ സംരക്ഷിക്കാൻ ആഗ്രഹിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ രൂപഘടന, മിഷൻ സംവിധാനങ്ങൾ, ആവശ്യമായ സപ്പോർട്ട്, യുദ്ധങ്ങളിലെ തന്ത്രപ്രധാനമായ പങ്ക് എന്നിവ ഇതിനെ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കാവുന്ന ഒരു സാധാരണ യുദ്ധവിമാനം എന്നതിലുപരി രാജ്യത്തിന്റെ ഏറ്റവും വിലപ്പെട്ട ഒരു രത്നമാക്കി മാറ്റി.